ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ ഷർട്ട് വെച്ചിട്ടൊരു പില്ലോ കവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പഴയ ഷർട്ട് എടുത്തൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. നല്ല വശമാണ് നമ്മളിപ്പോൾ വെളിയിൽ വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, ചില ഷർട്ടിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു വളവ് പോലെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാം. ചില ഷർട്ടിൻ്റെതിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷർട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കർവ് ചെയ്താൽ വരുന്നതെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ വേണം നമ്മുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പില്ലോയുടെ വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഞാനവിടെ 17 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പില്ലോയുടെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. താഴ്ഭാഗത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എനിക്കിപ്പോൾ വിഡ്ത്തും ലെങ്ത്തും എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ 17 തന്നെയാണ് താഴെയും മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പില്ലോ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ താഴെ മാർക്ക് ചെയ്യുക. കാരണം താഴ്ഭാഗമാണല്ലോ നീളമുള്ള വശം, അതുകൊണ്ട് താഴെയായിട്ട് ലെങ്ത്തും രണ്ട് സൈഡിലായിട്ട് വിഡ്ത്തും മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ 17 മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെയും 17 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് ഞാൻ 17 മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ 17 മാർക്ക് ചെയ്യാം. ഇതെനിക്കൊരു കുഷ്യൻ ഇടാനാണ് കേട്ടോ, അതുകൊണ്ടാണ് 17 സ്ക്വയർ ഷേപ്പിൽ വരുന്നത്. സാധാരണ പില്ലോയ്ക്ക് നമുക്ക് നീളവും വീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഷർട്ടിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും നമുക്ക് ഇതുപോലത്തെ പില്ലോയുടെ വലിപ്പം കിട്ടുക കേട്ടോ. ഷർട്ട് ചെറുതാണെങ്കിൽ പില്ലോയും ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ 17 ഇഞ്ചിൻ്റെ 4 സൈഡും 17 ഇഞ്ചുള്ള ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 1/2 ഇഞ്ച് അവിടെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്ക് സൈഡിൻ്റെ നല്ല വശമാണ് വെളിയിൽ വരത്തക്ക വണ്ണം വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ ബട്ടൺസ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് താഴേക്കാക്കി വയ്ക്കുക. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക എന്നർത്ഥം. എന്നിട്ട് 4 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ 4 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടൺസ് ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പില്ലോ കയറ്റിയിട്ട് നോക്കാം. അപ്പോൾ കണ്ടോ, പില്ലോ കയറ്റിയിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് വരുന്ന ഭാഗം താഴേക്ക് വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ തല വെക്കാനാണെങ്കിൽ താഴ്ഭാഗത്തായിട്ട് ബട്ടൺസ് വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.